അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും ആഹ്സലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ അവരുടെ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, വിശദീകരണം നൽകുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. وأقيموا الصلاة وآتوا الزكاة. നിങ്ങൾ മുറപ്രകാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അതോടൊപ്പം അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്തിന്റെ കണക്കനുസരിച്ചുള്ള സക്കാത്ത് കൊടുത്തു വിടുകയും ചെയ്യണം. ഒരു ദിവസം 5 നേരം നിസ്കാരം നമുക്ക് ഫർളായ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് കൃത്യമായി അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി അടക്കത്തോടും ഒടുക്കത്തോടും കൂടി അത് നിങ്ങൾ നിർവഹിക്കണം. എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതോടൊപ്പം വാതു സക്കാത്ത് നിങ്ങൾ കൊടുക്കുകയും വേണം. അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്തിന് അനുസരിച്ചുള്ള സക്കാത്ത് നമ്മൾ കൊടുക്കണം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിന് കണക്കനുസരിച്ച് കൊണ്ട് കണക്ക് കൂട്ടി എത്രയാണ് അതിൻ്റെ അർഹരായ ആൾക്കാർക്ക് ഓരോ വർഷവും കണക്ക് കൂട്ടിക്കൊണ്ട് അതിൻ്റെ വിഹിതം കൃത്യമായി അതിൻ്റെ അർഹരായ സക്കാത്തിൻ്റെ അർഹരായ ആൾക്കാർക്ക് കൊടുക്കുകയും വേണം. നമ്മുടെ ഇടയിലുള്ള ധനാഢ്യന്മാർ, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവർ റമളാൻ മാസം ഒരു 27 രാവിനോ അതുപോലനുബന്ധിച്ചുള്ള ദിവസങ്ങളിലോ കുറേ മിസ്കീന്മാരായ സാധുക്കൾ വീട്ടിൻ്റെ മുറ്റത്ത് വരുമ്പോൾ അവർക്ക് കുറേ ചില്ലറ നാണയത്തുട്ടുകൾ വാരിക്കൊടുത്താൽ അത് സക്കാത്താകുകയില്ല എന്ന് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊള്ളണം. സക്കാത്തിൻ്റെ വിഹിതം അത് കറക്റ്റായ ആൾക്കാർക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് വീടുകയുള്ളൂ. അത് നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ വളരെ കൃത്യമായി ചെയ്യേണ്ട കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി എന്തൊന്ന് മുൻകൂട്ടി നിങ്ങൾ ചെയ്തുവോ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങളെ ഗുണത്തിനായി നിങ്ങൾ മുൻകൂട്ടി എന്ത് ചെയ്തുവോ നല്ല കാര്യങ്ങൾ, അതൊക്കെ അതിൻ്റെ പ്രതിഫലം അല്ലാഹുവിങ്കൽ തജിദൂഹു ഇൻദല്ലാഹ്, അതിന് നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകൾ അതിൻ്റെ പ്രതിഫലം തീർച്ചയായും നിങ്ങൾ റബ്ബിങ്കൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും സൽക്കർമ്മങ്ങളൊക്കെയും അള്ളാഹു കാണുന്നവനാകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെയും എന്ത് കിട്ടും? അള്ളാഹുവിങ്കൽ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിഷമവും വേണ്ട. അതായത് വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ, ത്വാഅത്തിന് വഴിപ്പെടൽ, അള്ളാഹുവിന് വഴിപ്പെടുക, കസിലത്തിൻ കുടുംബബന്ധം ചേർക്കുക, വസദഖത്തിൻ ദാനധർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ ആദ്യ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അത് തജിദൂഹു ഐ സവാബുഹു ഇൻദല്ലാഹ്, റബ്ബിങ്കൽ അതിന് പ്രതിഫലമുണ്ട്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ ഫയുജാസികും ബിഹി. അപ്പോൾ അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അവൻ കാണുന്നുണ്ട്. ഫയുജാസികും ബിഹി, അത്
അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കവൻ നൽകുകയും ചെയ്യും. നമ്മൾ ഏതൊരു നല്ല കാര്യം പ്രവർത്തിച്ചാലും ഒരു നന്മ പ്രവർത്തിച്ചാലും അത് റബ്ബിങ്കൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ദാഹിച്ചു വരണ്ടു വരുന്ന, വിശപ്പ് കൊണ്ട് കഠിനമായി വരുന്ന ഏതൊരു ജീവജാലങ്ങൾക്കും, മനുഷ്യനും അതുപോലുള്ള ജീവികൾക്കും നമ്മൾ ഒരിറക്ക് വെള്ളം കൊടുത്തു, ഒരിറക്ക് ഭക്ഷണം കൊടുത്തു, എന്തെങ്കിലും ദാനധർമ്മം ചെയ്തു, അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അവരെ സഹായിച്ചാൽ അതൊക്കെ വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതിൻ്റെ പ്രതിഫലം റബ്ബിങ്കൽ നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിലാരും തന്നെ വിഷമിക്കേണ്ടതില്ല. അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുന്തും സാദിഖീൻ. അവർ പറഞ്ഞു, ആര്? യഹൂദന്മാരും ക്രിസ്ത്യാനികളും, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആവാതെ പറ്റില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ തിൽക അമാനിയുഹും, അതൊക്കെ അവരുടെ വ്യാമോഹങ്ങളാകുന്നു. ഖുൽ, നബിയെ നിങ്ങൾ അവരോട് പറയും, ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ഈ പറഞ്ഞതിൽ വല്ല സത്യവോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലെ തെളിവ് കൊണ്ടുവരൂ. സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ ആകണം എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ വ്യാപകമാണ്. എന്നാൽ ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഹാതു ബുർഹാനക്കും ഹുജ്ജത്തുക്കും അലാ ദാലിക, അതിൻ്റെ മേലുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരിക. ഇൻ കുന്തും സ്വാദിഖീൻ ഫീഹി, അതിൽ പറഞ്ഞതിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ പറഞ്ഞതിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് കൊണ്ടുവരിക. യഹൂദന്മാർ പറയും, യഹൂദന്മാരാരെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കടക്കൂ. ലൻ യദ്ഖുലഹ ഇല്ലൽ യഹൂദ് വഖാല നസാറ ലൻ യദ്ഖുലഹ ഇല്ലൻ നസാറ, നസാറാക്കൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്തിൽ കടക്കൂ എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം വന്നതിന് ശേഷം ഈ രണ്ട് വിഭാഗവും, അഥവാ ക്രിസ്ത്യാനികൾ, യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞതനുസരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ, ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷെ അവർ അത് അവിശ്വസിച്ചു. എന്നിട്ടും അവർ യഹൂദന്മാരായും ക്രിസ്ത്യാനികളുമായി തുടരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളെ പറ്റുമെന്ന് അവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ അമാനിയാണ്, വ്യാമോഹമാണ് എന്ന് നബിയെ അവരോട് പറയുക. നിങ്ങളതിന് തെളിവ് കൊണ്ടുവരൂ എന്ന്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബലാ, കാര്യം എന്നാൽ അങ്ങനെയല്ല. മൻ അസ്ലമ വജ്ഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, ഏതൊരാൾ സൽക്കർമ്മകാരിയായിക്കൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്തുവോ അവന് തൻ്റെ രക്ഷിതാവിങ്കൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. നന്മ പ്രവർത്തിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്തു എന്നാൽ അതിൻ്റെ പ്രതിഫലം റബ്ബിങ്കൽ അവരെത്തിക്കും തീർച്ചയായും. വലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ പേടിക്കേണ്ടതില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. നന്മ ചെയ്യുന്നവർ ആത്മസമർപ്പണം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. എന്നാൽ എന്ത് പേടിക്കേണ്ടതില്ല? അവര് അള്ളാഹുവിന് മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി ഇൻഖാദ ലി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടു. വഖസ്സൽ വജ്ഹു ലി അന്നഹു, എന്താ വജ്ഹ്, മുഖം എന്നത് പ്രത്യേകമായി ലി അന്നഹു അഷ്റഫുൽ അഅ്ളാഇ, മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും അഷ്റഫായതാണ്
വളരെ പ്രധാനപ്പെട്ടതാണ് വജ്ഹ്. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ വജ്ഹ് എന്ന് പറയുന്നത്, അഥവാ അവൻ മൊത്തം റുഹു ഔല, മറ്റുള്ളത് മുഖത്തേക്കാൾ, അപ്പൊ മറ്റുള്ളതൊക്കെ മുഖം എന്നത് വളരെ ശ്രേഷ്ഠമായതുകൊണ്ടാണ് മുഖം എന്ന് പറഞ്ഞപ്പോ ആത്മസമർപ്പണം ചെയ്തവരാരോ അവർക്ക് അള്ളാഹുവിൽ പ്രതിഫലം. മുഹ്സിനുൻ മുഹ്സിൻ കൊണ്ടുള്ള ഉദ്ദേശം മുവഹിദ്, ഏകദൈവ വിശ്വാസിയായിരിക്കുക. ആ രീതിയിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആത്മസമർപ്പണം ചെയ്തവരാരോ ഫലില്ലാഹി അജ്റുഹു ഇൻദ റബ്ബിഹി അയ സവാബ് അമലിഹി, അവൻ ചെയ്ത അമലുകൾക്കുള്ള പ്രതിഫലം കിട്ടും. എന്താ പ്രതിഫലം? അൽ ജന്ന, സ്വർഗം കിട്ടും. ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തു അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അൽ ജന്ന, സ്വർഗമാകുന്നു, സ്വർഗത്തിൽ വസിക്കുക എന്നതാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് യാതൊരു വിധമായിരിക്കുന്ന പേടി വേണ്ട, ദുഃഖം വേണ്ട, യാതൊരു വിധമായിരിക്കുന്ന വിഷമങ്ങളും അവർക്ക് വേണ്ടതില്ല. അപ്പൊ ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് ആര് മരിച്ചുവോ അവർക്കൊക്കെ പ്രതിഫലം കിട്ടുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് നമ്മൾ എന്തു വേണം? നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. സത്യവിശ്വാസിയായി സന്മാർഗദർശിയായി തീരുന്ന മർത്യരേ ദേശിപ്പുവേദികൾ, നിങ്ങളെ വീണ്ടും നിഷിദ്ധ മാർഗങ്ങളിൽ പിന്തിരിച്ചിടാൻ പ്രയത്നങ്ങൾ ചെയ്തിടും. അജ്ഞാനുസാരം ഭവിക്കുമെന്നോർക്കണം, ദ്വേഷണന്മാരോടു സർവം പൊറുക്കണം. ശക്തികൾക്കെല്ലാം നിദാനമാണീശനെന്നുള്ളിൽ നിരൂപിച്ചുറപ്പിക്ക മാനവ. നിസ്കാരം എപ്പോഴും കൃത്യമായി ചെയ്യുവിൻ, സക്കാത്തു നൽകണം നിർണയം ചെയ്ത പോൽ. നന്മകൾ ചെയ്യുകിൽ വ്യർത്ഥമായി വന്നിടാ, സർവവും വീക്ഷിപ്പതില്ലയോ രക്ഷകൻ. യൂതനും ക്രിസ്ത്യനും ചൊല്ലുന്നു സ്വർഗീയ സൗഖ്യങ്ങൾ മറ്റാർക്കുമില്ലെന്ന സത്യമായി. മൗഢ്യങ്ങൾ ഈ വിധം ചൊല്ലും ജനങ്ങളോടോദണം ലക്ഷ്യങ്ങൾ കാട്ടുവാൻ സത്വരം. ഭക്തിയാൽ നർമ്മമായിടും മുഖാംബുജവും സൽക്കർമ്മനിഷ്ഠയും ചേരുന്ന മർത്യനിൽ ദൈവം പ്രസാദിച്ചു നൽകും പ്രതിഫലം. താനേ അകന്നുപോവും ഭീതിയും ദുഃഖവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ എല്ലാവരുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം അവരുടെ ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രസിദ്ധന്മാരായ പ്രമുഖന്മാരായ നല്ല മനുഷ്യന്മാരായ ഒരുപാട് ആൾക്കാർ ഈ ആഴ്ചയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരിമാർ, ഇഷ്ടജനങ്ങൾ, കൂട്ടുകാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന സമയം എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളായ മക്കളെ കൂട്ടത്തിൽ കബൂൽ ചെയ്യട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.